അങ്ങനെ രാജ്യം വളരെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത്. വരാൻ പോകുന്ന 5 വർഷം ഇന്ത്യ ആര് ഭരിക്കും എന്നറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എക്സിറ്റ് പോളുകളെ ശരിവെക്കും വിധം BJP ഇന്ത്യയിൽ വീണ്ടും അധികാരത്തിൽ കയറുമോ, അല്ലെങ്കിൽ കഴിഞ്ഞ തവണകളിലേതുപോലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വീണ്ടും തെറ്റാണെന്ന് തെളിയിക്കപ്പെടുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. ആദ്യം പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണിത്തുടങ്ങുന്നത്. ഇത് പൂർത്തിയാകുന്നതോടെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ രേഖപ്പെടുത്തിയ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. ആദ്യ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ലീഡ് നിലയും ട്രെൻഡും വ്യക്തമായി തുടങ്ങും. 10 മണിയോടെ ഏകദേശം ഫലം നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. രാജ്യവ്യാപകമായി 10.5 ലക്ഷം വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുണ്ട്. 24 മണിക്കൂറും CCTV നിരീക്ഷണമുണ്ടാകും. നിരീക്ഷകരുടെ മുഴുനീള സാന്നിധ്യവും ഉണ്ടാകും. വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് 3 തലത്തിൽ സുരക്ഷയൊരുക്കിയിട്ടുണ്ടെന്നും കമ്മീഷണർ അറിയിച്ചിരുന്നു. ഇത്തവണ ആകെ വോട്ട് ചെയ്തത് 64.2 കോടി പേരിൽ 31.2 കോടി സ്ത്രീകളായിരുന്നു. ജമ്മു കാശ്മീരിൽ 4 പതിറ്റാണ്ടിനിടെ ഏറ്റവും ഉയർന്ന പോളിംഗ് ഇത്തവണ രേഖപ്പെടുത്തി. അവിടെ വോട്ട് ചെയ്ത എല്ലാവരെയും സല്യൂട്ട് ചെയ്യുന്നു. മണിപ്പൂരിൽ സമാധാനപരമായി നടപടികൾ പൂർത്തിയാക്കി. ജനങ്ങൾ വോട്ട് ചെയ്യാൻ വലിയ ഉത്സാഹം കാഴ്ചവെച്ചുവെന്നും കമ്മീഷണർ പറഞ്ഞു. കഴിഞ്ഞ തവണ ആകെ 22 ലക്ഷം പോസ്റ്റൽ ബാലറ്റ് ഇന്ത്യയിലാകെ ഉണ്ടായിരുന്നു എന്നാണ് കമ്മീഷണർ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇത്തവണയും പോസ്റ്റൽ ബാലറ്റുകളുടെ എണ്ണം കൂടുതലായിരിക്കും. അങ്ങനെ എണ്ണി തീർന്നതിനു ശേഷം EVMലേക്ക് കടക്കുന്നത് വോട്ടെണ്ണൽ പ്രക്രിയ ഏറെ വൈകാൻ ഇടയാക്കുമെന്നതുകൊണ്ട് ഇപ്പോഴുള്ള നിർദ്ദേശം ആദ്യം പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുക, അരമണിക്കൂറിനു ശേഷം EVM എണ്ണി തുടങ്ങുക എന്നതാണ്. അതായത് 8 മണിക്ക് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങിയാൽ 8:30 മണിക്ക് EVM എണ്ണി തുടങ്ങും. പോസ്റ്റൽ ബാലറ്റുകൾ ഈ സമയത്തിനുള്ളിൽ എണ്ണിക്കഴിഞ്ഞില്ലെങ്കിൽ EVMനൊപ്പം തന്നെ എണ്ണും. പിന്നീട് കണക്കുകൾ ഒന്നിച്ചാക്കുകയും ചെയ്യും. പോസ്റ്റൽ ബാലറ്റുകൾ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. പിന്നീട് കേസുകൾ ഉണ്ടാകുകയാണെങ്കിൽ കോടതിക്ക് തന്നെ നേരിട്ട് പോസ്റ്റൽ ബാലറ്റുകൾ പരിശോധിക്കാവുന്നതാണ്. അങ്ങനെയൊരു സാഹചര്യത്തിൽ എന്തെങ്കിലും കൃത്രിമം നടക്കുമെന്ന വാദത്തിന് അടിസ്ഥാനമില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. 543 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 7 ഘട്ടങ്ങളിലായാണ് രാജ്യത്ത് ഇത്തവണ നടന്നത്. ഏപ്രിൽ 19, 26, മെയ് 7, 13, 20, 25, ജൂൺ 1 തീയതികളായിട്ടായിരുന്നു വോട്ടെടുപ്പ്. രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് ഇത്തവണ നടന്നത്. ആദ്യഘട്ടത്തിൽ 21 സംസ്ഥാനങ്ങളിലെ 102 മണ്ഡലങ്ങളിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തി. 66.14% പോളിംഗ് ആയിരുന്നു ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയത്. രണ്ടാം ഘട്ടത്തിൽ 66.71%, മൂന്നാം ഘട്ടത്തിൽ 65.68% പോളിംഗും രേഖപ്പെടുത്തിയിരുന്നു. 69.16% പോളിംഗ് ആയിരുന്നു നാലാം ഘട്ടത്തിൽ. അഞ്ചാം ഘട്ടത്തിൽ 62.20% പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ ആറാം ഘട്ടത്തിൽ അത് 63.36% ജൂൺ 1 നടന്ന അവസാനഘട്ട തെരഞ്ഞെടുപ്പിൽ 61.63% വോട്ടാണ് രേഖപ്പെടുത്തിയത്. എന്തായാലും വോട്ടെണ്ണലിന്റെ വിവരങ്ങളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം ചേരുന്നതാണ്. ഇന്ത്യ ആര് കീഴടക്കുമെന്ന് നമുക്ക് നോക്കിക്കാണാം.